പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണ നടന്നെന്ന് ആന്റി റാഗിംഗ് സെൽ. 2019-ലും 2021-ലും ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സമാന സംഭവം നടന്നുവെന്നാണ് കണ്ടെത്തൽ. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു ആൾക്കൂട്ട വിചാരണ. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അന്ന് 13 കുട്ടികൾക്കെതിരെ സർവകലാശാല നടപടിയെടുത്തെങ്കിലും പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഒരു സമാന്തര സംവിധാനമുണ്ട് എന്ന വിവരം അന്ന് തന്നെ പുറത്തു വന്നതാണ്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഈ സംവിധാനം ചില കാര്യങ്ങളൊക്കെ മുൻപും ചെയ്തിട്ടുള്ളത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണോ ഇന്നിപ്പോൾ പുറത്തു വന്നത്? അനുജ, ഈ ആന്റി റാഗിംഗ് സെല്ല് കൂടിയത് കഴിഞ്ഞ ദിവസമാണ്. അതിനിടയിലാണ് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ആന്റി റാഗിംഗ് സെൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ആണ് പ്രധാനമായും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ആന്റി റാഗിംഗ് സെല്ലിന് ലഭ്യമായ വിവരങ്ങൾ. ഇതനുസരിച്ചുള്ള മൊഴികൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സെൽ വ്യക്തമാക്കുന്നത്. 2019-ലും 2023-ലും ഇത്തരത്തിൽ പെൺകുട്ടികളോട് വിദ്യാർത്ഥികൾ അപമര്യാദയായി പെരുമാറിയ ആരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടന്നു, മർദ്ദനം നടന്നു എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത്. ഇതിൽ 2019 ബാച്ചിലെയും 2021 ബാച്ചിലെയും വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥിക്ക് 2021-ലും 2021 ബാച്ചിലെ വിദ്യാർത്ഥിക്ക് 2023, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുമാണ് മർദ്ദനമേറ്റതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണയിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളടക്കം ഈ വിചാരണയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ഹോസ്റ്റലിൽ ഉൾപ്പെടെ സമാന്തര സംവിധാനം, അതായത് കോളേജ് അധികൃതരെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ തന്നെ ഒത്തുതീർപ്പാക്കുന്ന സമാന്തര സംവിധാനം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്നത്. വെറ്ററിനറി കോളേജിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ 2019-ലും 2021-ലും നടന്നത് എത്ര ക്രൂരമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്.